ഈശോയെ എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കൃപാസനത്തിൽ നാളിതുവരെ ഒന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളുടെയും ദൈവനിയോഗങ്ങളെ ഈ ആൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട്, അവരുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, സ്ഥാപനങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, അവരായിരിക്കുന്ന പ്രത്യേക ഇടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, അങ്ങയുടെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം അപ്പോസ്തലന്മാർ സിഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിന്റെ ശക്തി അവരിൽ വന്ന് നിറഞ്ഞതുപോലെ ഞങ്ങളിലേക്കും നിന്റെ ശക്തി നിറയപ്പെടുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏഴുവിളക്കിൻ നടുവിൽ ശോകപൂർണനായി മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുമീശുവേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആരാധന മഹത്വകർത്താവേ, അവിടുത്തെ സഹായത്തിന് ആരാധന മഹത്വകർത്താവേ, ആരാധന മഹത്വം സ്തുതി കർത്താവേ, ആരാധന മഹത്വം സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. രോഗങ്ങളെ എവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. ജീവിത ക്ലേശങ്ങൾക്ക് പരിഹാരം നൽകണമേ. പഠന മേഖലയുടെ വിജയം നൽകണമേ. പരീക്ഷകൾക്ക് വിജയം നൽകണമേ. വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറക്കണമേ. നമ്മുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന, മഹത്വം, ആരാധന കർത്താവേ. സ്തുതി, ആരാധന, മഹത്വം, സ്തുതി കർത്താവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. വി.പി. ജോസഫ് അച്ഛന്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. ജോസഫച്ചനുടെ ധ്യാനത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ സന്ദേശങ്ങൾ നൽകണമേ. രോഗസൗഖ്യത്തിന്റെ സന്ദേശങ്ങൾ നൽകണമേ. ജീവിത പ്രതിസന്ധികൾ മാറുവാനുള്ള സന്ദേശങ്ങൾ നൽകണമേ. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അമ്മയുടെ ഉടമ്പടി പ്രകാരം ജീവിക്കപ്പെടുന്നത് കൃപയായി തീരുവാൻ ഞങ്ങളെ എവിടെ നിന്ന് സഹായിക്കണമേ.
ചെയ്യണമേ. ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, മഹത്വം കർത്താവേ. ആരാധന, സ്തുതി, സ്തുതി കർത്താവേ. മഹത്വം, സ്തുതി, സ്തുതി കർത്താവേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, അറിയിപ്പുകൾ. ഒന്നാമത്തെ അറിയിപ്പ്, നമ്മളെ കൃപാസനത്തിൻ്റെ കാരിസം കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി, അതേപടി കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സൊസൈറ്റി ഓഫ് കൃപാസനം എന്ന് പറഞ്ഞ് അഭിമന്യ ആലപ്പുഴ പിതാവ് ജെയിംസ് ആനാവർമ്മ തിരുമേനിയുടെ അനുവാദത്തോടുകൂടി ഒരു പയസ് അസോസിയേഷൻ സൊസൈറ്റി ഓഫ് കൃപാസനം അതിൻ്റെ ആദ്യം സിസ്റ്റേഴ്സിൻ്റെതാണ് ആരംഭിക്കുന്ന. അതിൻ്റെ ഭാഗമായിട്ട് 12 വർഷമായിട്ട് നമ്മുടെ ശുശ്രൂഷയിലുള്ള ജോമോൾ സിസ്റ്ററുണ്ട്. പിന്നെ പുതുതായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ രമ്യ എന്നും പറഞ്ഞ ഒരു സഹോദരി നമ്മുടെ ഇന്ന് കമ്മാൻസിയുടെ തിരുവസ്ത്രങ്ങൾ കൈമാറി അൾത്താറയിൽ വെച്ച്. അതുപോലെ ഈ സന്യാസ സമൂഹത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്, വിളിക്കേണ്ടത്. അതായത് നമ്പർ ഇതാണ്. നിങ്ങൾ ഈ കോൺഗ്രിഗേഷൻ ഈ ഫയസ് അസോസിയേഷനിൽ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള ദൈവവിളി ദൈവം നിങ്ങൾക്ക് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ 18 വയസ്സിന് കുറയാൻ പാടില്ല. അതുപോലെ തന്നെ 18 വയസ്സിൻ്റെ ആഗ്രഹിക്കുന്ന ആ വയസ്സിന് പറ്റിയ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. നമ്പർ ഇതാണ് 82 81 29 75 11. പിന്നെ ജിമെയിലുണ്ട്, apparitionmissionaries@gmail.com. രണ്ടാമത്തെ അറിയിപ്പ്, നമ്മുടെ സ്റ്റോളുകൾ സാധാരണ തുറക്കുന്നത് 9 മണിക്കാണ്. ഈ ആഴ്ച മുതൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മുതൽ രാവിലെ 6:30 മണി തൊട്ട് സ്റ്റോൾ തുറക്കും. പത്രം വേണ്ടവരും മറ്റ് വിഷയമുള്ളവരും സ്റ്റോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾക്ക് സ്റ്റോള് നേരത്തെ 6 മണിക്ക് അടക്കുമായിരുന്നു വൈകുന്നേരം. ഇപ്പോൾ അത് 8:30 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കൃപാസനത്തിൽ ഒരു നേർച്ച വസ്തു ആർക്കും പുറത്ത് കൊടുക്കാൻ അനുവാദമില്ല. അത് കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുക്കളാണ്. അത് 10-12 പ്രാവശ്യം വ്യഞ്ചരിച്ചിട്ടാണ് ഞങ്ങൾക്ക് തരണത്. ആ നേർച്ച വസ്തു നമ്മൾ അകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അത് വാങ്ങിക്കണമെന്നല്ല ഞാൻ പറയണത്, മറിച്ച് ഇങ്ങനെയുള്ള വിശുദ്ധമായ നേർച്ച വസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഇതിൻ്റെ പുറത്ത് ആൾക്കാരെ വളഞ്ഞു വെച്ചത് കൊടുത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങൾ അതിനോട് സഹകരിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കൃപാസനത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലുണ്ടാകുന്ന ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിൽ സ്വരം ഉണ്ടാക്കുകയും ചീത്ത വർത്തമാനങ്ങൾ പറയുകയും അങ്ങനെയൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട്, കാര്യം വിശുദ്ധമായ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിൻ്റെ വിശുദ്ധിയോ പരിശുദ്ധിയോ ഒന്നും അറിയാതെ ഒരു ബോധമില്ലാതെ പുറത്ത് ഇതിനെ മറ്റ് തീർത്ഥാടകർക്ക് ശല്യം ഉണ്ടാക്കുന്ന ഒരു ആൾക്കാർ പെരുമാറുന്നുണ്ട്.
എല്ലാവരും അല്ല, അതിൽ വരുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത കുറച്ച് പേര്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം പുറത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ. നമുക്ക് കൃപാസനത്തിൻ്റെ 2 അനുഗ്രഹ മാസങ്ങളാണ് ഒക്ടോബർ മാസം റാലിയും മെയ് മാസത്തെ വണക്കവും. അപ്പോൾ മെയ് മാസത്തിൻ്റെ വണക്കത്തിൻ്റെ ചീട്ടുകൾ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. മെയ് മാസം നിയോഗം പറഞ്ഞു കൊടുത്തിട്ട് ചീട്ടുകൾ വാങ്ങിക്കാവുന്നതാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആദ്യം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉടമ്പടി ധ്യാനം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് പലപ്പോഴും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്ന മക്കൾക്ക് സ്വാഭാവികമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ വഴിമുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് അവരെ നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ വാഗ്ദാന പ്രകാരം കർത്താവ് ഉടമ്പടി ധ്യാനത്തിലൂടെ നിർദ്ദേശം നൽകുന്നത്. ഒത്തിരി സാക്ഷ്യങ്ങളിൽ ഉടമ്പടി ധ്യാനത്തിലൂടെ ലഭിച്ച നിർദ്ദേശമാണ് പിന്നീട് അവരെ നയിച്ചതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനം മുഴുവനായിട്ട് ഈശോ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥയിൽ പരിശുദ്ധാത്മ നിറവിലെ അപ്പായുടെ സ്നേഹത്തിലെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ധ്യാനത്തിന്റെ ആദ്യ അന്തം നിന്റെ അധ്യക്ഷത നീളം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ആത്മാഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം മൗനമായി ഓൺലൈനിലുള്ളവരോ നമ്മളെ തന്നെ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വെളിപാടിനുമായി സമർപ്പിക്കേണ്ടതാണ്. കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച പരിശുദ്ധ കൃപാന്റെ ശക്തിയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഈ ധ്യാനത്തിന്റെ ഭാഗമാകുന്നവർ കർത്താവിന്റെ ആത്മാവിനാൽ അഭിഷിക്തരാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പലപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടിയുണ്ട്. ഈ ആധ്യാത്മികതയുടെ എല്ലാ സബ്ജക്റ്റിലും ഡ്രൈയും അതുപോലെ തന്നെ ഫ്രഷും ഉണ്ട്. ഡ്രൈ എന്ന് പറയണത്
വരണ്ട രീതിയിലുള്ള ഒരു ഉടമ്പടി ജീവിതം സാധ്യമാണ്. പലരും അങ്ങനെ ഒരു വരണ്ട ജീവിതമാണ് നയിക്കുന്നത്, ഉടമ്പടിയുടെ വരണ്ട ജീവിതം. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലില്ലാത്തതിൻ്റെ കാരണം അതാണ്. ഇന്ന് രാവിലെ ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ അതിൽ പറഞ്ഞത്, ഒരു മോളിവിടെ രാവിലെ മുതൽ ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ട് അവരിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ടൈം ഷീസ് കമ്മിങ്. ആദ്യം വരണവരാണ്. അപ്പോൾ അവർ ഉടമ്പടി എടുത്താലിത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങാ പോലെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത ഒരു കൊച്ചിനോട് പറഞ്ഞ്, കൊച്ചെ ഒന്ന് പറഞ്ഞു തരാമോ എന്താണ് ഉടമ്പടി എന്ന്. അപ്പോൾ അവൾ പറഞ്ഞ്, അത് സിമ്പിളാണ്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, ഒരു പ്രത്യക്ഷ പ്രാർത്ഥനയുണ്ട്, വൈകുന്നേരം പ്രാർത്ഥിക്കണം, പിന്നെ ഉപവാസം. അപ്പോൾ ഉപവാസം ഞാൻ ഉടമ്പടി ഇല്ലാതെ തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ അത്രയും സിമ്പിളാണല്ലേ. അതാണ് ഡ്രൈ ഉടമ്പടി എന്ന് പറയുന്നത്. ആ പെരിച്ചാഴി പോലും പറഞ്ഞു കൊടുത്തത് പോലും എന്ത് തെറ്റാണെന്ന് നോക്കി. അവർ ഉടമ്പടി എടുത്ത കക്ഷിയാണ്. അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വൈകുന്നേരവും പ്രാർത്ഥിക്കണം, പിന്നെ ഇടയ്ക്കൊന്ന് ഉപവസിക്കണം ഏതെങ്കിലും ദിവസം, അത്രയേ ഉള്ളെന്ന്. അപ്പോൾ ഉടമ്പടി ഒരു ഘടകവും ഇവർ പറഞ്ഞിട്ടില്ല. കാര്യം ഇവരും ഉടമ്പടി എടുത്ത കക്ഷിയാണ്. ഉടമ്പടി എടുത്ത ആളിൻ്റെ ഗതികേട് കണ്ടില്ലേ. ഇതിനാ ഡ്രൈ കവനൻ്റ് എന്ന് പറയുന്നത്, ഉണക്ക ഉടമ്പടി എന്ന് പറയും. ഇതിൻ്റെ ഫ്രഷ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ, അപ്പം നിങ്ങൾ ചോദിക്കുക എന്താണ് ഫ്രഷായിട്ടുള്ള ഉടമ്പടി? ഫ്രഷായിട്ടുള്ള ഉടമ്പടി എന്ന് പറയണത്, അഥവാ അതെങ്കിലും ഉടമ്പടി 100% വിജയിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ എപ്പോഴും നമ്മളെന്തിനാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ എന്തിനാണ് എപ്പോഴും വായിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരിലും 2 തരമുണ്ട്. ദൈവം പറഞ്ഞിട്ട് വായിക്കുന്നവരും ദൈവം പറയാണ്ട് ജോസഫച്ചൻ പറഞ്ഞിട്ട് വായിക്കുന്നവരുമുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ജോസഫച്ചൻ പറഞ്ഞത് ദൈവം പറഞ്ഞതല്ലേ എന്ന്. അതല്ല, ഉടമ്പടി നിയമപ്രകാരം അരമണിക്കൂർ സാങ്കേതികമായിട്ട് വചനം വായിക്കണമല്ലോ, ഇല്ലേ? അപ്പം അതുകൊണ്ട് അവരതനുസരിച്ചുകൊണ്ട് ആദത്തിൻ്റെ കഥ തൊട്ട് വായിക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ ഘട്ടവും ഓരോ സമയത്ത് അരമണിക്കൂർ. അതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉടമ്പടി ദൈവത്താൽ നയിക്കപ്പെടുന്ന ലെഡ് ബൈ ഹോളി സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ഉണ്ട്. നിങ്ങൾ ഉടമ്പടി ഫ്രഷ് കവനൻ്റിലാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട ഭാഗം ദൈവം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരും. എന്നുവെച്ചാൽ ഉടമ്പടിയുടെ വഴിയിലൂടെ പോകുമ്പോൾ ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് മനുഷ്യർ പറയണത്. ഒരു സുലുവിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോഴെന്താ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂറോപ്പിൽ പോകുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ 10-25 വർഷമായിട്ട് ഒരു നേഴ്സാണ്. പിന്നെ അവർ ഇതുപോലെ യോഗ്യതാ പരീക്ഷകളെല്ലാം ട്രെയിനറാണ്. അവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാവരും ജർമ്മനിയിലും അയർലൻഡിലും അവിടെയൊക്കെ പോയി. ഇവർ മാത്രം ഇപ്പോഴും കരക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ 10-20 കൊല്ലമായില്ലേ, ഇവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ വലിയ നിലയിലായിപ്പോയി. അപ്പോൾ ഇവരുടെ മക്കൾ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ പോകാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. ഇവരുടെ മക്കളിപ്പോൾ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായമായി. അപ്പോൾ അവർ അമ്മയോട് ചോദിക്കണം, അമ്മയ്ക്ക് എന്താണ് പോകാൻ പറ്റാത്തത്? ഒത്തിരി പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതുവരെയൊക്കെ. പക്ഷേ മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് സീരിയസ് ആയി. മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് പോകണമെന്നുള്ള രീതിയിൽ ഒരു ഐഡിയ വന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചില മൊഡ്യൂൾസൊക്കെ ഭയങ്കര പാടാണ്. ഒരു മൊഡ്യൂൾസിന് അവർ തോറ്റുപോകും എപ്പോഴും.
അപ്പോൾ ഉടമ്പടി എടുത്തിട്ടും അവർ 6 പ്രാവശ്യം തോറ്റു. അങ്ങനെ സംഭവിക്കാം ചില സമയത്ത്. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഉടമ്പടി എടുക്കണത് എന്തിനാണ്? ഉടമ്പടി എടുത്തിട്ട് 6 പ്രാവശ്യം തോറ്റവർ ഉടമ്പടി എടുത്താൽ പിറ്റേ കൊല്ലം പിറ്റേ ഗഡുവിന് അവർ ജയിക്കണതാണ്. ഉടമ്പടി എടുത്തിട്ട് ഇവർ 6 പ്രാവശ്യം തോറ്റു. പക്ഷേ എന്നാലും ഇവർ പുതുക്കിക്കൊണ്ട് അവരുടെ ആ പ്രത്യാശ കളയാതെ അവരതിൽ തന്നെ പോകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ പോകാൻ പറ്റുകയാണെ പോകാം, അല്ലെങ്കിൽ പോകണ്ട, അങ്ങനെ ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ടാണ് ഇവർ ചെയ്യണത് ഇത് സംഭവം. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോകാൻ തീരുമാനിച്ചു. പക്ഷെ തോറ്റല്ലോ പരീക്ഷയ്ക്ക് തോറ്റപ്പോഴിത് അവരുടെ കൂട്ടുകാരത്തിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അച്ഛനോട് ഇപ്പോൾ ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു മെസ്സേജ് ചോദിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ സത്യസന്ധമാണ് നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കുക, ആൾത്താരിൽ അപ്പം തന്നെ ഓൺ ദി സ്പോട്ടിലെ മറുപടി പറയും, അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും. പക്ഷേ മെസ്സേജ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, നിങ്ങൾ എന്നോട് മെസ്സേജ് ചോദിച്ചാൽ ഞാൻ ഉടനെ നോക്കണം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കത്തുള്ളൂ. ആദ്യം ഇയാളിന് ആദ്യമേ കൺകറൻസ് കിട്ടിയോ എന്ന് നോക്കൂ. അതാണ് എൻ്റെ പ്രശ്നം. മെസ്സേജ് എന്നോട് ചോദിച്ചാൽ ഉടനെ ഞാൻ നോക്കണത് ഇയാൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇയാളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ അർത്ഥം. അപ്പം സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് തട്ടിക്കളയും. മെസ്സേജ് നമുക്ക് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാവുന്നല്ലാതെ ഇവർ കണിയാനെപ്പോലെ എന്നെ ദുരുപയോഗിക്കണേ കാര്യം അറിയാൻ വേണ്ടി പ്രസംഗിപ്പിക്കണ പോലെ എന്ത് പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഇവർ ദൈവത്തിൻ്റെ ആളല്ല ശരിക്കും. 3 ഉടമ്പടി കഴിഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ആളെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ശ്രദ്ധിക്കത്തുള്ളൂ. എന്തോ തരികിട അയാൾ ഉടമ്പടി കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കത്തുള്ളൂ. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് എന്നോട് അമ്മ ആദ്യ കാലങ്ങളിൽ 2015 ഇത് പറയുമ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് പറഞ്ഞത്. പിന്നെ ഉടമ്പടി അതിൽ തന്നെ കറക്റ്റാണ്, അതിൻ്റെ ഫോർമുല കറക്റ്റാണ്. പിന്നെ ചില വിഷയങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ലാഗ് ചെയ്യും, ചില വിഷയങ്ങൾ ലാഗ് ചെയ്യണ ആ വിഷയത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല. ആ വിഷയം അപ്പം നടക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി കഴിഞ്ഞ് നടക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു ഷിഫ്റ്റിങ് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാതെ ഉടമ്പടിയിൽ ഒരിക്കലും നമുക്ക് കാര്യം ഉടമ്പടി മുഴുവനും സാധാരണ ലൈഫിനെ തന്നെ പെട്ടെന്ന് ദൈവത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ കരുത്തും ഉൾക്കരുത്ത് ഇതുപോലെയുള്ള ഒരു പ്രാർത്ഥനാ രൂപമില്ല. അത്രയ്ക്ക് ഉൾക്കരുത്താണ് ഇതിൻ്റെ ഒരു ഉടമ്പടിയുടെ. ഞാൻ എപ്പോഴും ചില സമയത്ത് പറയും ഇതിന് ബലവുമുണ്ട് ബലക്ഷയവും ഉണ്ടെന്ന് പറയും. ഉടമ്പടിക്ക് ബലവുമുണ്ട് ബലക്ഷയമുണ്ട്. ഉടമ്പടി അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു ഐഡിയ ഉണ്ടാകണം. എന്താണ് ഇതിൻ്റെ ബലം? ഇതിൻ്റെ ബലമെന്ന് പറയുന്നത് അതർ എൻഡിൽ ദൈവം തന്നെയാണ് ഇതിൻ്റെ ഗ്യാരണ്ടിയർ. ഇത് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് എന്താണ്? ദൈവം തന്നെയാണ്. അവിടെ അതർ എൻഡിൽ മനുഷ്യനില്ല ശരിക്കും. അപ്പോൾ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എങ്ങനെയായാലും പാലിച്ചിരിക്കും. ദൈവത്തിന് അതാണ് എൻ്റെ കരുത്തെന്ന് പറഞ്ഞതാണ്. ഉടമ്പടിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞതാണ്, ബലം എന്ന് പറഞ്ഞതാണ്. എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ് ഇത് അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കും. നമ്മൾ വരുമ്പോൾ നമ്മളുടെ ഈ നിബന്ധനകൾ പാലിക്കുന്നത് നമ്മളാണ്. ഈ നിബന്ധനകൾ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആയിട്ടും പാലിക്കാം, ഫ്രഷ് ആയിട്ടും പാലിക്കാം. അവിടെയാണ് ഡ്രൈ കവനൻറ്റും ഫ്രഷ് കവനൻറ്റും വരണത്. ഡ്രൈ ആയിട്ട് പാലിക്കണമെന്ന് പറയണത് ഇപ്പോൾ പത്രം കൊടുക്കാൻ പറഞ്ഞു, കൊണ്ടേ പത്രം കൊടുത്തു, തീർന്നു. എത്രയോ പത്രങ്ങളാണ് പള്ളി വഴികളിലൊക്കെ ഇരിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ കാണുന്നില്ലേ? ആ ഡ്രൈ കവനൻറ്റുകാരുടേതാണ് കാര്യം. അത് നിങ്ങളെ പള്ളിയുടെ വാതിക്കൽ എവിടെയെങ്കിലും എവിടെയും കൃപാസനം പത്രം ഒന്നിൽ കൂടുതൽ ഒരാൾ വെച്ചേക്കണ കണ്ടാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം എന്താണ്? അവർ ശരിക്കും ഒരു സെപ്റ്റിക്കായിട്ട് അടിച്ചിരിക്കണ കാര്യം. അവർ കർത്താവിനോട് ചെയ്ത വാഗ്ദാനം ഡ്രൈ ആയിട്ട് പാലിക്കുകയാണ്. അപ്പോൾ അവർ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അവരുടെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പം എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും ഒരു കെട്ട് പത്രം ഇരിക്കണ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഡ്രൈ കവനൻ്റ് അത് ചെയ്തിരിക്കുന്നത്. അത് ആ മുട്ട പൊരുന്നത്തില്ല ഒരു കാലത്ത്. തന്നെയല്ല, ഇവർ ആലപ്പുഴ വന്ന്
എക്സ്ട്രാ ആയിട്ട് പണി മേടിച്ച് വെച്ചിരിക്കുന്നവരാണ്. എന്താ കാര്യം? ഇവർ വരികയും ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിനെന്ത് വിലയുണ്ടെന്ന് അവർ പുറത്ത് പറഞ്ഞു കഴിഞ്ഞു. അതാണ് വിഷയം. കാര്യം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയും ആണ് ഈ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇത് ചെയ്യണത് നമുക്ക് ഡ്രൈ ആയിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമപരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്ത് പാലിക്കാം. പക്ഷേ ചിലരിത് ഫ്രഷായിട്ട് ചെയ്യും. ഫ്രഷായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണത്. ദൈവസ്നേഹമാണ് എൻ്റെ അത് കണ്ടന്റ് എന്ന് പറയണത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓർക്കുക, അത് ഒരു മീഡിയം ഫ്രഷ് ഉണ്ട്, മാക്സിമം ഫ്രഷ് ഉണ്ട്. ഉടമ്പടി തന്നെ ഒരു ഡ്രൈ കവനൻ്റും ഉണ്ട്, ഫ്രഷ് കവനൻ്റും ഉണ്ട്. അതിന് മീഡിയം ഫ്രഷ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായ ദൈവസ്നേഹത്തോടെ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ചെയ്യും. എപ്പോഴും നമ്മൾ ചെയ്യണം. നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോഴും അത് ആ രോഗികളെ കാണുമ്പോൾ ഉടമ്പടിയുടെ നിയമമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കാണുന്നത് എന്നല്ല. അതപ്പോൾ ഡ്രൈ കവനൻ്റായി പോകും. അത് ക്രിസ്തുവാണെന്നും പറഞ്ഞ് കാണുന്നെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് ഉള്ളിലുള്ളിൽ വല്ലാത്തൊരു സ്നേഹമുണ്ടാകണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഓരോ അംശങ്ങളും അങ്ങയെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന തികഞ്ഞ ദൈവസ്നേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തകരായി എന്നെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാമാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ നിയോഗങ്ങളാണ് പ്രാധാന്യം കൊടുത്താൽ പ്രാർത്ഥിക്കണത്, ഇല്ലേ? അത് ഡ്രൈ കവനൻ്റാണ്, ഉണക്ക ഉടമ്പടി എന്ന് പറയും. നിയോഗം ഓൾറെഡി നിങ്ങൾ ദൈവത്തിൻ്റെ സമർപ്പിച്ചില്ലേ? അത് വെറുതെ കൊണ്ടുവന്ന് ഇട്ടിരിക്കണതല്ല, പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ എടുത്തിരിക്കണത്. ഇതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്. നിങ്ങൾ ആര് വഴിയാണ് ഇത് കൊടുത്തിരിക്കണത്? പരിശുദ്ധ അമ്മ വഴിയാണ് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് നിങ്ങളുടെ കണ്ണീര് കൊടുത്തിരിക്കണത്. നിങ്ങൾ പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അമ്മയെടുത്ത് കൊടുത്തതൊക്കെ നിങ്ങൾ അംഗീകരിക്കണില്ല എന്നുള്ളതാണ്. ഒന്നൊക്കെ നിങ്ങൾക്ക് വിവരമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢിവേഷം കെട്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെയല്ലേ പിന്നെയും പറയണത്. ഇത് ഡ്രൈ കവനൻ്റായിട്ട് വരും. കാര്യം നിങ്ങൾ ഒരിക്കൽ അമ്മയെടുത്ത് ഉടമ്പടി പ്രകാരം കൊടുത്ത കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥന പറയരുത്. നിങ്ങൾ ഉടമ്പടി ചെയ്ത കാര്യങ്ങൾ ദൈവം അംഗീകരിച്ചു, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കി. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞു, ഓൾറെഡി ഫയലിൽ ഇത്രയും സ്റ്റെപ്സേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്, അതിൽ നന്ദി പറയാം. നിങ്ങൾക്ക് നന്ദി പറയാം. അപ്പോൾ ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഇട്ട വിഷയങ്ങൾ വീണ്ടും തന്നെ ഈ താറാവ് സ്വരം ഉണ്ടാക്കുന്നവരെ കറകുറാന്ന് പറഞ്ഞ് എപ്പോഴും സ്വരം ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ തലക്ക് വട്ടാണെന്ന് ദൈവം വിചാരിക്കത്തുള്ളൂ. ഒന്നാമത് നിങ്ങൾ ചെയ്ത ഉടമ്പടിയിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല എന്ന കാര്യം നിങ്ങളെ ഏൽപ്പിച്ച ആളാരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അമ്മയെടുത്ത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് അമ്മ അത് പാസ് ചെയ്യുന്ന അടുത്ത് ഈശോൻ്റെ അടുത്താണ്. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് യാതൊരു അറിവില്ലാതെ ഈ ഉടമ്പടി മൂന്നാമത്തെ പുതുക്കിയാലും പിന്നെയും ആ നിയോഗത്തിനെ പറ്റി ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് എന്താണ് ഓർമ്മക്കുറവാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിങ്ങനെ ഒരിക്കലും ചെയ്യരുത് എൻ്റെ മക്കൾ. ഞാൻ പറയണത് ആ വിഷയം നിങ്ങൾ ഡീല് പോലും ചെയ്യരുത്. നിങ്ങൾ ഡീല് ചെയ്യേണ്ട വിഷയം എന്താണ്? ഫ്രഷ് കവനൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ്? നിങ്ങൾ ദൈവത്തോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്, നിബന്ധനകൾ. അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ. ഈ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നമുക്ക് ഒരു നിയമപരമായിട്ട് സാങ്കേതികമായിട്ട് ചെയ്യാം. അതിനാണ് ഡ്രൈ കവനൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു, അച്ഛൻ കൊച്ചി പോകാം, ഞാൻ പറഞ്ഞില്ല. അച്ഛൻ കൊച്ചി പോകാൻ പറഞ്ഞു, ഞാൻ കൊച്ചി പോയെന്ന് പറയത്തില്ല. അതുപോലെ ടെക്നിക്കലായിട്ട് നിങ്ങൾ ചെയ്യാം. ടെക്നിക്കലായിട്ട് ചെയ്താൽ ഉടമ്പടി ലാഗ് ചെയ്യും. ടെക്നിക്കലായിട്ടല്ലോ. കാര്യം ഉടമ്പടി ഒന്ന് പുതുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക്
ആ 30% ഈ വിഷയത്തിൽ ദൈവസ്നേഹം വളർന്നിരിക്കണം ആളിനെ. ഉടമ്പടി 1 പുതുക്കുക എന്ന് പറഞ്ഞാൽ ആളിൻ്റെ ദൈവസ്നേഹം വളർന്നിരിക്കണം. ഈ കൗൺസിലേഴ്സിനൊക്കെ വെച്ചിരിക്കുന്നത് അത് അസസ് ചെയ്യാനാണ്. അല്ല നിങ്ങൾ കുമ്പസാരിച്ചാൽ കുർബാന സ്വീകരിച്ചാൽ നോക്കാനല്ല വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം അസസ് ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ദൈവസ്നേഹം നിങ്ങൾ വളർന്നോ? ദൈവസ്നേഹം വളർന്നോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സ്നേഹത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മളുടെ കയ്യിലല്ല, പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവസ്നേഹത്തിലൊരു വ്യക്തി വളരുമ്പോൾ ആ ദൈവസ്നേഹത്തെ വളരുന്നതിന് ആ ദൈവസ്നേഹത്തിലാണ്. നമുക്ക് ലോകസ്നേഹത്തെ വളരാം, വ്യക്തിസ്നേഹത്തെ വളരാം എന്നും, പക്ഷേ ദൈവസ്നേഹത്തെ വളരുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരുന്ന ദൈവസ്നേഹമാണ്. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 Corinthians 13:4. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ഫീച്ചർ. അതാണ് നിങ്ങൾ ഒന്ന് പുതുക്കി കഴിയുമ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കുഞ്ഞമ്മ, അന്നമ്മ, ആരാണെന്നതിൽ എന്താണ് അന്നമ്മ? ദീർഘക്ഷമയും ദയയുമുള്ളതാണെന്ന് പോയി പണി നോക്കാൻ പറയും. അതാണ് പ്രശ്നം. നമ്മളവിടെ സ്നേഹത്തിൻ്റെ പാലെല്ലാം നമ്മുടെ പേരെഴുതി വെക്കണം. ഭയങ്കര പാടാ. ഞാൻ നോക്കിയിട്ടുള്ളതാണ്, ഞാൻ തന്നെ പണി മേടിച്ചിട്ടുള്ളതാണിത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു 1ാം പുതുക്കൽ കഴിയുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണത്? എനിക്ക് ഓഫർ ലെറ്റർ വന്നു, അതിനുശേഷം വിസ വന്നു, ടിക്കറ്റ് വന്നു. അതാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ നിരസ്ഥിതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് ദൈവം ബോറടിച്ച് നിങ്ങളെ പന്നിക്കാട്ടത്തിൻ്റെ വില പുലർത്താൻ തള്ളിക്കളഞ്ഞൊരു ചരക്കാണ് നിങ്ങൾ. കാര്യം എന്താ? ഈ പിശാചിന് ഇത് മാത്രമേ പറയാൻ അറിയാൻ പാടുള്ളൂ. ദൈവത്തെ സ്നേഹിക്കാനോ സ്നേഹത്തിൻ്റെ സുവിശേഷമോ സുവിശേഷ സാക്ഷ്യമോ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒരു ബോധവും ഇല്ല. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ എഴുന്നേക്കണം, വൈകുന്നേരം എഴുന്നേക്കണം, വൈകുന്നേരം കിടക്കണം, ഇടയ്ക്ക് ഉപവസിക്കണം. ഇതാണ്. ഇത്രയും കുറെ കണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. സങ്കടം തോന്നും കേട്ട് കഴിഞ്ഞാൽ. അതായത് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കണില്ല എന്ന് തോന്നണേ. തന്നെയല്ല, അച്ഛൻ്റെ ധ്യാനം കൂടാത്ത കുറേ ആൾക്കാരുണ്ട്. ശരിക്കും പുതുക്കാൻ വരുമ്പോൾ കൗൺസിലേഴ്സ് ശ്രദ്ധിക്കണം. ഞാൻ പറയുമ്പോഴേ എന്താ വെച്ചാൽ കൗൺസിലേഴ്സ് എപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ധ്യാനം കൂടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ പുതുക്കി കൊടുക്കരുത്. പുതുക്കണ കാര്യമില്ല. കാര്യം ഈ അപ്ഡേഷൻസ് എല്ലാം വരണം ഉടമ്പടി ധ്യാനത്തിലാണ് വരണേ. ഉടമ്പടി ധ്യാനത്തിലാണ്, ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനത്തിലാണ്, ഓൺലൈൻ ധ്യാനത്തിലാണ് ഉടമ്പടിയുടെ അപ്ഡേഷൻസ് വരണതും ഉടമ്പടിയിലൂടെ ആൾക്കാരോട് ഈശോ സംസാരിക്കണതും അങ്ങനെയാണ്. അപ്പം സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഴ്സണലായിട്ട് സംസാരിക്കും, ഓരോ വ്യക്തികളും അവരുടെ വിഷയങ്ങൾ മാത്രം സംസാരിക്കും, അതെല്ലാം സന്ദേശമായിട്ട് സംസാരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ. അത് ആൾ പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് പുതുക്കേണ്ട കാര്യമില്ല. അത് പുതുക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഉടമ്പടി പുതുക്കുമ്പോൾ നിങ്ങൾ ഈ ദൈവസ്നേഹത്തിൽ 1 Corinthians 13:4 ഒന്നിന് വായിച്ച്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. ഇപ്പം 2 ക്വാളിറ്റി ഇവിടെ വരണം. ഒന്ന് പുതുക്കി കഴിയുമ്പോൾ നമ്മളുടെ പേര് പറഞ്ഞാൽ പിന്നീട് എന്താണ്? സ്നേഹം, ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. അപ്പോൾ ഒരു ദയ കാണിക്കാൻ ബാധ്യസ്ഥമാണ്. ചില സമയത്ത് ദയ ആരോടായിരിക്കും കാണിക്കേണ്ടി വരണത്? നമ്മളെക്കാൾ താഴ്ന്നവരോടായിരിക്കും നമുക്ക് ദയ കാണിക്കേണ്ടി വരണത്. ദയ എന്ന് പറഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ പേരിനോട് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കുർബാനയും ചൊല്ലി പോകണം, അതുകൊണ്ട് കുർബാനക്ക് ഒരുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ കുർബാന ചെല്ലാൻ വന്നപ്പോൾ കുർബാനക്ക് ഒരുക്കിയിട്ടില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് വളരെ സൗമ്യവും സ്നേഹമായിട്ട് പ്രാർത്ഥിച്ചു, പെരുമാറി. എനിക്ക് വേണമെങ്കിൽ ആളുടെ സസ്പെൻഡ് ചെയ്യാം. എന്താ കാര്യം? ഡയറക്റ്റ് പറഞ്ഞിട്ട് കേൾക്കാത്ത ആളെ പിന്നെ ആര് പറഞ്ഞിട്ട് കേൾക്കാനാ? അപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കിയത്? ഞാൻ ദയ കാണിച്ചു. എന്താ കാര്യം? അദ്ദേഹം ചിലപ്പോൾ വർക്കിൻ്റെ ടൈറ്റ് കൊണ്ട് ചിലപ്പോൾ മറന്നുപോയ, മനഃപൂർവ്വം അല്ലെന്ന് ഞാൻ ധരിച്ചു. ഇതിനാണ് ദയ എന്ന് പറയണത്. അപ്പം നമ്മൾ ഓരോ വ്യക്തികളും ഓരോ സംസാരം നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ക്വാളിറ്റേറ്റീവിലായിട്ട് നിങ്ങൾ ഗ്രോത്ത് ചെയ്തോ? ഒന്ന് പുതുക്കുമ്പോൾ നോക്കണം. ഞാൻ ഇത്രയും അടുത്തത് വായിച്ച് 13:5 വായിച്ച്. 1 Corinthians 13:5. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അപ്പൊ ഇത് കറക്റ്റായിട്ട് ചെയ്യണം. ഈ സ്നേഹത്തിന്റെ സ്ഥലത്തെല്ലാം നിങ്ങളുടെ പേര് എഴുതി വായിക്കണം.
നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ നോൺ ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ പറയും, അയ്യോ ഇതൊക്കെ വായിക്കാൻ ഞങ്ങളാരും ക്രിസ്ത്യൻസ് അല്ല. എന്നാൽ പിന്നെ ഈ പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങരുത്. ദൈവത്തിനെ പറ്റിച്ച് വയറ്റിപ്പിഴപ്പിന് ഉള്ള വക ഒപ്പിച്ചെടുക്കാനാണ് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ പറ്റുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരുടെ ഇത് ഓപ്ഷണലാണ്. ഇറ്റ് ഈസ് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് ഉടമ്പടി എന്ന് പറയണത്. പിന്നെ വേറെ ആരെങ്കിലും കയറി ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരിഫൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ എടുക്കരുത് അവരെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. അപ്പം നിങ്ങൾ അക്രൈസ്തവനാണെന്ന് വിചാരിച്ചോ? നിങ്ങളൊരു കക്ഷിയുമായിട്ട് മിണ്ടാതിരിക്കുകയാണ്, സംസാരിക്കാണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചെന്ന് വിചാരിച്ചോ? എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അവകാശ ഓഹരിയും ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ അകലെ വിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ്. അതിന് പൈസ വേണം. നിങ്ങൾ അങ്ങനോട് പറഞ്ഞ് എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ, എനിക്ക് തരാനുള്ളത് തരണം എന്നെ കുഞ്ഞിനെ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവിടെ കെട്ടിവന്ന് നാത്തും പറയും, പിന്നെ അവളെ കുഞ്ഞിനെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കണ്ടേ? മനുഷ്യ താനങ്ങാൻ കൊടുക്കുന്നുണ്ട്, അതല്ലേ കൈയും കാലും പെട്ടൊന്നും അവൾ. അപ്പോൾ നമുക്കറിയാം നാത്തൂനാണ് പാര വെച്ചത്, നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ നാത്തൂനെ കാണുമ്പോൾ നീ ഉടമ്പടി എടുത്ത നീ എന്ത് മോന്ത വെക്കും? അതാണ് വിഷയം. നീ മിണ്ടത്തില്ല. കാര്യം എന്താണ്? എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കപ്പെടാതിരിക്കണം, എൻ്റെ ഓഹരി കിട്ടാതിരിക്കാൻ വേണ്ടി ഇവളല്ലേ വട്ടം ചവിട്ടിയത്. പക്ഷെ ഒരു പ്രശ്നം, നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ നിന്നെ ഭരിക്കേണ്ടത് ആരാണ്? ക്രിസ്തുവാണ് ഭരിക്കേണ്ടത്. അല്ലാതെ നിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പാരമ്പര്യമായിട്ടുള്ള മൗലിക വികാരങ്ങളല്ല ഭരിക്കേണ്ടത്. അത് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ നിന്നോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ സുവിശേഷ വിഹിതമായി മുന്തിയ ദൈവസ്നേഹത്തോടെ പെരുമാറുവാൻ അങ്ങനെ ആത്മീയമായി വളരുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമെന്ന വാക്കിനർത്ഥം ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നോ ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നോ ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ഒരുമിച്ച് പാടുക. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നോ ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നോ ഞാൻ കാണുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നോ ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നോ ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ടി വിയിലൊക്കെ ഇരുന്ന് കാണുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ? അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുണ്ട്. അവർ പല ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അവർ പല ആശയങ്ങളെ ഉന്നയിക്കണേ കാണാം. അതൊന്നും പലപ്പോഴും ക്രിസ്ത്യനായിരിക്കണം നിർബന്ധമില്ല. ഞാനിത് കൊണ്ടാണ് പല കാര്യങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാത്തത്. എനിക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും അഭിപ്രായം പറയാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും അഭിപ്രായം പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിന് നിരക്കുന്നതാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിലൂടെയാണ് ശുശ്രൂഷ നയിക്കപ്പെടുന്ന. കാരണം പരിശുദ്ധാത്മ നിരക്കാത്ത നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിലക്കും, നിർവീര്യമായി പോകും. ഉടമ്പടിക്കാരും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
കാര്യം നമ്മളെ ദൈവം രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരും രക്ഷിച്ചിട്ട് വലിയ കഥയൊന്നുമില്ല. അതെപ്പോഴും ഓർക്കണം. ദൈവം രക്ഷിക്കണം. കാര്യം നമ്മളെന്താ, നമ്മൾ വെടിപ്പും മെനയുമായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഉടമ്പടിയിൽ അങ്ങ് ജീവിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വചനം വായിച്ച്, അതായത് 14:9 തോബീത്ത് എന്ന് പറയുന്ന അപ്പനാ. അപ്പൻ തോബിയാസ് എന്ന് പറഞ്ഞ മകനെ ഒരു സ്ഥലത്തേക്ക്, അതായത് ഡിയാസ്പ്ര, അതായത് അവർ യുദ്ധത്തിൽ പാലായനം ചെയ്യണ സമയത്ത് ഈ തോബിത്ത് എന്ന് പറയുന്ന ആൾ 10 താലന്ത് വെള്ളി ഒരു സ്ഥലത്ത് മറവ് ചെയ്യാൻ കൊടുത്തു. തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്ന്. അപ്പം അത് വാങ്ങിക്കാൻ വിടുന്ന രംഗങ്ങളാണ് ഈ തോബിത്തിൻ്റെ പുസ്തകത്തിലുള്ളത്. മനോഹരമായൊരു പുസ്തകമാണ്, നിങ്ങൾ വായിക്കണേ. അതൊരു കവനൻ്റ് ലൈഫിൻ്റെ നിമ്നോന്നതങ്ങളും ഉഷ്ണ വസന്ത ശീതോഷ്ണ കാലാവസ്ഥകളും എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്ന, അതായത് ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നൊരു പുസ്തകമാണ് തോബിത്തിൻ്റെ പുസ്തകം. ഞാനത് ഉടമ്പടി പുസ്തകമാണെന്ന് പറയാൻ കാര്യം, തോബിത്തിൻ്റെ പുസ്തകം ഉടമ്പടി പുസ്തകമാണെന്ന് പറയാൻ കാര്യം അതിൻ്റെ 14:9 വായിച്ചോളൂ. നിനക്ക് ശുഭം ഭവിക്കാൻ, എന്നിട്ട് പറഞ്ഞ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. അപ്പൊ പെരുമാറ്റം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എൻ്റെ അകത്ത്. ഈ ഡ്രൈ കവനന്റ് എന്ന് പറഞ്ഞ കാര്യം, നിങ്ങളിങ്ങനെ പത്രം കൊടുത്ത് കുറേ രോഗികളെയും പോയി കണ്ടേച്ചും പെരുമാറ്റത്തിൽ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ കവനന്റ് ആയിപ്പോവും. പെരുമാറ്റത്തിൽ അത് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ നയിക്കേണ്ടത്? ദൈവസ്നേഹമായിരിക്കണം. സ്നേഹമാണ് വായിച്ചോളൂ. അതാണ് സ്നേഹമാണ് ഈ കരുണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ദൈവസ്നേഹം വളരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഫലങ്ങളായിട്ടാണ് കരുണ. ശരിക്കും നമ്മൾ കരുണയെ അങ്ങനെ നേരിട്ട് കരുണയെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് കഥയില്ല. കാര്യം അത് ഇപ്പോൾ ഒരു പേരമരത്തിൽ ഒരു കായ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ഒരു ഫലമാണ് കരുണയെന്ന് പറയണത്. കരുണ ഒരു ഫലമാണ്. അതുപോലെ തന്നെ, പക്ഷേ എന്തിലാണ് ഉണ്ടായിരിക്കണത്? അത് സ്നേഹത്തിലാണ് ഇത് ഉണ്ടാകണത്. അപ്പം നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ദൈവസ്നേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന രോഗികളെ നിങ്ങൾ പോയി കാണുന്നു. അപ്പം നിങ്ങൾ ആ രോഗികളെ കാണുമ്പോൾ വേറെ ഒരു കാര്യവും നിങ്ങളെ സ്വാധീനിക്കരുത്. അയാൾ ബന്ധുവാണ്, അയാൾ സുഖപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നന്ദി നമ്മളോട് കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബന്ധുക്കളൊക്കെ പോയി കാണരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് അജണ്ടകളുണ്ട് നിങ്ങളുടെ പല പ്രവർത്തനങ്ങളിൽ. അത് ഡ്രൈ കവനന്റിൻ്റെ ഭാഗമാണ്. അതായത് നമ്മളെ സഹായിക്കുന്നവർ നമ്മളെ ഈ ജന്മത്തിൽ നമ്മളവരെ കാണുന്നില്ലെന്ന് തന്നെ വിചാരിക്കണം. കാര്യം എന്താണ്? അവരല്ല നമ്മളുടെ റെഫറൻസ് പോയിൻ്റ്. ആരാണ്? ദൈവസ്നേഹമാണ്, ദൈവമാണ് എൻ്റെ വിഷയം. അവരും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് കവനൻ്റ് നിങ്ങളെ ഈ ചില പക്ഷികളുടെ വീട്ടിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന പക്ഷികളെ നമ്മൾ ചിറക് മുറിക്കത്തില്ലേ? അതുപോലെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ഉടമ്പടിയെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ രീതി അനുസരിച്ച് അതിൻ്റെ ചിറക് മുറിച്ച് കളയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ ഈ ചിറക് മുറിച്ച പക്ഷി അധികം പറക്കത്തില്ലല്ല. പറക്കേണ്ട പക്ഷി തത്തിക്കളിക്കുകയുള്ളൂ. നിങ്ങളുടെ പല ഉടമ്പടിയും തത്തിക്കളിക്കുന്നതിൻ്റെ കാരണം നിങ്ങളതിൻ്റെ ചിറക് മുറിച്ചിട്ടിരിക്കുകയാണ്. ചിറകെന്താ മുറിച്ചിരിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ ഇത് മുഴുവൻ അവൻ പറയണ പോലെ ചൊല്ലുകയല്ലേ, ചെയ്യുകയല്ലേ. ചെയ്യുന്ന കാര്യത്തിൽ നല്ല കടുത്ത ദൈവസ്നേഹം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ കടുത്ത ദൈവസ്നേഹത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ഈ ദൈവസ്നേഹത്തിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ കൈ കൊടുത്തിരിക്കുന്ന കക്ഷി ഒന്നും മുതലാകാത്ത കക്ഷിയാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ദൈവമായിട്ടുള്ള ഇടപാടായത് കാരണം
ദൈവത്തിനാണെങ്കിൽ ഒന്നും മുതലാകത്തില്ല. നമ്മൾ തലകുത്ത് നിന്നാലും ദൈവം അത് ആ സാധാരണ കാര്യമേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് തിരുത്തി കളയും. ഇത് ഭയങ്കര സീരിയസ് കാര്യത്തിൽ ദൈവം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റാണ്. എന്താണ്? തൻ്റെ ഏകജാതിനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതാണ് റേഞ്ച് ഓഫ് ലവ് എന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ റേഞ്ച് അതാണ്. ദൈവം ഇതിൻ്റെ അകത്ത് ഇനി ഒന്നും ദൈവത്തിൻ്റെ കയ്യിലില്ലാത്ത രീതിയിലാണ് ദൈവം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വത്ത് നിധി എന്താണ്? തൻ്റെ ഏകജാതനാണ്. ആ തൻ്റെ ഏകജാതൻ സ്നേഹിച്ചതാണ് കുരിശിലെ ബലിയും പാപത്തിന് പരിഹാരവും നമ്മളുടെ നിത്യതയ്ക്കുള്ള നമ്മുടെ വീണ്ടെടുപ്പും. ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ എപ്പോഴും തലച്ചോറിനെ ഇങ്ങനെ തീ കത്തിക്കണം. എന്താണ്? ദൈവം തൻ്റെ ഏകജാതനെ ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം എന്നെ സ്നേഹിച്ചു. അതിനാൽ ഞാനും എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യണം. കർത്താവേ, ഉടമ്പടി എടുത്ത് അതിനായി പരിശ്രമിക്കുന്ന എന്റെ മേൽ അങ്ങയുടെ അനവധിയായ വാത്സല്യത്തെ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനും ആരാധിക്കുന്നു. ആനന്ദത്തോടും കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനും ആരാധിക്കുന്നു. ആനന്ദത്തോടും കൊണ്ടിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.